39 വർഷമായി തുടർന്നു പോയ തന്റെ ഒരു ശീലം നിർത്തിയെന്ന് പറയുകയാണ് സലീം കുമാർ. പുകവലിയാണ് സലീം കുമാർ നിർത്തിയ ആ ശീലം. 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പുകവലി 54-ാമത്തെ വയസ്സിലാണ് സലീം കുമാർ ഉപേക്ഷിച്ചത്. കഴിഞ്ഞ 3 മാസമായി താൻ പുകവലിക്കാറില്ല എന്നും സലീം കുമാർ പറയുന്നു. താൻ സിഗരറ്റ് വലിക്കുന്ന ആളായതുകൊണ്ട് മയക്കുമരുന്നിനെതിരായ ഒരു പരിപാടിയിൽ പ്രതിജ്ഞ ചെയ്യാൻ പോകാതിരുന്ന അനുഭവത്തെക്കുറിച്ചും സലീം കുമാർ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇടക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വലഞ്ഞ ആളായിരുന്നു സലീം കുമാർ. ഇപ്പോൾ വീണ്ടും ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിയ സലീം കുമാർ സിനിമകളിൽ സജീവമാണ്. താൻ ചെറുപ്പകാലം തൊട്ട് ശീലിച്ച ബീഡിവലിയും തന്റെ ആരോഗ്യ കാരണങ്ങളാൽ ഒഴിവാക്കിയെന്ന് പറയുന്ന സലീം കുമാറിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒരു ഓൺലൈൻ മീഡിയയുടെ പരിപാടിയിൽ നടനും സംവിധായകനുമായ ബിബിൻ ജോർജിനൊപ്പമാണ് സലീം കുമാറും ഉണ്ടായിരുന്നത്. പുകവലി നിർത്താൻ താൻ ആര് പറഞ്ഞാലും കേൾക്കില്ല, തന്നോട് താൻ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാറില്ല, പിന്നെയല്ലേ ഭാര്യ പറഞ്ഞിട്ടെന്നും സലീം കുമാർ ചോദിക്കുന്നു. അസുഖം വന്നിരിക്കാനല്ല തനിക്ക് ഇഷ്ടമെന്നും പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്നും സലീം കുമാർ പറയുന്നുണ്ട്. കള്ളുകുടി മാത്രമല്ല ബീഡിവലിയും നിർത്തിയെന്നാണ് താരം വ്യക്തമാക്കുന്നത്. ഇത് കേട്ടപ്പോൾ ബിബിൻ ജോർജ് സത്യമാണോ എന്ന് സലീം കുമാറിനോട് ഭാര്യയോട് ചോദിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട്. സത്യമാണെന്നറിഞ്ഞപ്പോൾ അത് കയ്യടി നൽകേണ്ട കാര്യമാണെന്നും ബിബിൻ ജോർജ് പറയുന്നു. മുൻപ് പുകവലിയുടെ കാര്യം സ്നേഹത്തോടെ പറയുമ്പോഴും കുറേയേറെ പറയുമ്പോൾ സലീം കുമാറിന്റെ മുഖം മാറുന്നത് കാണുമ്പോൾ ചോദിക്കുന്നത് നിർത്തിയിട്ടുണ്ടെന്നും ബിബിൻ പറയുന്നുണ്ട്. ശരീരത്തിൽ ഒരു മരുന്നും ഏൽക്കാതെ വന്നപ്പോഴാണ് ബീഡിവലി നിർത്താൻ കാരണമായതെന്ന് സലീം കുമാർ പറയുന്നു. ചെയ്യാവുന്നതൊക്കെ താൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പ്രശ്നങ്ങളുള്ള ഭാഗങ്ങൾ ഒഴിച്ചാൽ പുതുതായി പ്രശ്നങ്ങളൊന്നും ശരീരത്തിലില്ല. കുഴപ്പമുള്ള ഭാഗങ്ങൾ വേറെയുണ്ടെന്നും വലിക്കുന്നതാണ് കണ്ടിട്ട് ആകെ പ്രശ്നമായിട്ട് തോന്നുന്നത്, അതുകൂടി നിർത്തിക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞു. വലി നിർത്തിയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നുണ്ടെന്നും സലീം കുമാർ പറയുന്നു. അങ്ങനെ 39 വർഷത്തെ കൂട്ടുകാരനാണ് ഒരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെക്കുന്നതെന്നും സലീം കുമാർ പറയുന്നു. അതേസമയം തനിക്കും കലാഭവൻ മണിക്കും വന്നത് ഒരേ രോഗമായിരുന്നുവെന്നും എന്നാൽ മണി ചികിത്സിക്കാൻ തയ്യാറായില്ല എന്നുമാണ് സലീം കുമാർ പറയുന്നത്. ശരിയായ സമയത്ത് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ കലാഭവൻ മണി മരിക്കില്ലായിരുന്നുവെന്നും സലീം കുമാർ പറയുന്നുണ്ട്. കലാഭവൻ മണിയുടെ മരണം അപ്രതീക്ഷിതമായിരുന്നു. അസുഖമുണ്ടെന്നറിയാമെങ്കിൽ പോലും പെട്ടെന്ന് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ചൊക്കെ മണിയും സൂക്ഷിക്കേണ്ടതായിരുന്നു. ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിരുന്നില്ല. ഡോക്ടർ വിളിച്ചിട്ട് മണിയോടൊന്ന് വന്ന് ചികിത്സ എടുക്കാൻ പറയുന്നു തന്നോട് പറഞ്ഞിട്ടുണ്ടായെന്നും സലീം കുമാർ പറയുന്നുണ്ട്. അസുഖമുണ്ടെന്ന കാര്യം മണി അംഗീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നും ജനങ്ങൾ എന്തു വിചാരിക്കും, സിനിമക്കാർ അറിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടമാകുമോ എന്നെല്ലാമുള്ള ഭയം ഉണ്ടായിരുന്നിരിക്കാമെന്നും യാഥാർത്ഥ്യത്തിന്റെ പാതയിൽ പോയിരുന്നുവെങ്കിൽ മണി ഇന്നും ജീവിച്ചിരുന്നേനെ എന്നുമാണ് സലീം കുമാർ പറയുന്നത്. 2016 മാർച്ച് 6-നായിരുന്നു കലാഭവൻ മണിയുടെ മരണം. അതേസമയം പോയ വർഷം ചുരുക്കം ചില ചിത്രങ്ങളിൽ സലീം കുമാർ വേഷമിട്ടിരുന്നു. ടോവിനോ തോമസ് നായകനായ തല്ലുമാല എന്ന ചിത്രത്തിലാണ് സലീം കുമാറിന്റെ ശ്രദ്ധേയമായ വേഷമുണ്ടായത്. സന്ദേശം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് സലീം കുമാർ മലയാള സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. പിന്നീട് അച്ഛനുറങ്ങാത്ത വീട്, ആദാമിന്റെ മകൻ അബു, പത്തേമാരി തുടങ്ങിയ ചിത്രങ്ങളിൽ വളരെ ഗൗരവമേറിയ കഥാപാത്രങ്ങൾ ചെയ്ത മലയാളികളെ അമ്പരപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സലീം കുമാർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.